പിന്നിലും പ്രവർത്തിച്ചത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. ചുരുക്കത്തിൽ കുഞ്ഞാലിക്കുട്ടിയാണ് താരം. വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പോയിന്റ് ബ്ലാങ്കിൽ. സ്വാഗതം ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി. ഇപ്പോൾ ഈ മുസ്ലിം ലീഗിന് വലിയ വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. തർക്കമൊന്നും അക്കാര്യത്തിലില്ല. മലപ്പുറത്ത് വലിയ വിജയമുണ്ടായി, കോഴിക്കോടുണ്ടായി, കളമശ്ശേരിയിലുണ്ടായി. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോൾ യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കിയ രണ്ട് പ്രധാന വിഷയങ്ങൾ: ഒന്ന് ഇടമലയാർ കേസിൽ ബാലകൃഷ്ണപിള്ളയുടെ തടവ് ശിക്ഷ, മറ്റൊന്ന് ഐസ്ക്രീം കേസിൽ കെ എ റൌഫിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ. മുസ്ലിം ലീഗിന് വലിയ വിജയമുണ്ടായെങ്കിൽ കൂടിയും യു ഡി എഫിന്റെ വിജയസാധ്യതയെ ഈ ജില്ലകൾക്ക് പുറത്ത് അല്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി ഈ ഐസ്ക്രീം പാർലറിലെ പുതിയ വെളിപ്പെടുത്തലും ബാലകൃഷ്ണപിള്ള പ്രശ്നവും കാര്യമായി തന്നെ ബാധിച്ചു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഒട്ടുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് അങ്ങനെ വരുന്നത്? കാരണം മലബാറിൽ ഗുണം, ഇങ്ങോട്ട് വരുമ്പോൾ ദോഷം, അങ്ങനെ ഒന്നുണ്ടോ? അതല്ല, വേറെ എന്തെല്ലോ പ്രശ്നങ്ങളാണ്. നമ്മൾ തെരഞ്ഞെടുപ്പ് ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യുമ്പോൾ അത് ഇനിയും വിഷയത്താലാണ് എന്നങ്ങ് അനുമാനിച്ചിട്ട് കാര്യമില്ല. ജനങ്ങൾ പ്രതികരിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടല്ലോ. ചില സീറ്റുകൾ പോയിരിക്കുന്നു, ചില സീറ്റുകൾ കിട്ടിയിരിക്കുന്നു. അങ്ങനെ എങ്ങനെയാണ് വരുന്നത്? അത് വരില്ല. അങ്ങനെയാണെങ്കിൽ പ്രതിരോധത്തിലാവേണ്ടിയിരുന്നത് ഞാനല്ലേ? ഞാൻ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ രണ്ടാമത്തെ ആളാണ്. ശതമാനക്കണക്കിന് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കാണ് സ്റ്റേറ്റിൽ 1ാം സ്ഥാനം. അതെങ്ങനെ അങ്ങനെ വരുന്നത്? അപ്പോൾ എനിക്കെതിരായ പ്രതികരണം ഒട്ടുമില്ല എന്ന് മാത്രമല്ല, എനിക്കെതിരായി പറഞ്ഞതിനെ ജനങ്ങൾ വളരെ ശക്തിയോടുകൂടി തള്ളിക്കളിയാണ് ചെയ്തത്. തീർച്ചയായിട്ടും താങ്കളോടൊപ്പം താങ്കളുടെ പാർട്ടിയും താങ്കളുടെ അണികളും ഉറച്ചു നിന്നതിന് തർക്കമൊന്നുമില്ല. അത് ഈ വിജയം വ്യക്തമാക്കുന്ന കാര്യം തന്നെയാണ്. എൻ്റെ ചോദ്യം, ആ കാലഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദൻ കേരളത്തിലുടനീളം നടത്തിയ പ്രചാരണത്തിൽ ഈ രണ്ട് പ്രധാന വിഷയങ്ങളാണ് ഉന്നയിച്ചത്. പെൺവാണിഭക്കാരെ തുറങ്കിലടയ്ക്കും, അഴിമതിക്കാരെ തുറങ്കിലടയ്ക്കും. അതിനുദാഹരണമായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന രണ്ട് സംഭവങ്ങളിൽ ഒന്ന് താങ്കളുമായി ബന്ധപ്പെട്ടതാണ്. അല്ല, അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കൊണ്ടാണ് ഇടതുപക്ഷത്തിന് വോട്ട് കിട്ടിയത് എന്നുള്ളതിന് എന്താ തെളിവ്? ഈ ഇന്ത്യ രാജ്യത്ത് പല ഇഷ്യൂസും ഉണ്ടായില്ലേ? ഈ കാലഘട്ടത്തിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്ത് എന്തെല്ലാം ഇഷ്യൂ ഉണ്ടായിരിക്കുന്നു? വിലവർദ്ധനവ് ഉണ്ടായില്ലേ? മറ്റു പല ഇഷ്യൂസും ഇല്ലേ? അതൊക്കെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വന്നൂടെ? എല്ലാം ഒരു സെൻസേഷണൽ ഇഷ്യൂവിൻ്റെ പുറത്ത് കെട്ടിവെച്ച് അതൊക്കെ അദ്ദേഹത്തിൻ്റെ നേട്ടമാണ് എന്ന് പറഞ്ഞതിനകത്തൊന്നും കാര്യമില്ല. ഈ അവസാന ഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദൻ നടത്തിയ പ്രചാരണങ്ങൾ ഒരു വലിയ അളവോളം യു ഡി എഫിന്റെ വിജയസാധ്യതയെ ബാധിച്ചുവെന്ന് യു ഡി എഫിന്റെ നേതാക്കന്മാർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അല്ല, അതിപ്പോൾ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർ നടത്തിയ പ്രചരണം അവർക്കും അനുകൂലമാവും, യു ഡി എഫിൻ്റെ നേതാക്കന്മാർ നടത്തിയ പ്രചരണം ഞങ്ങൾക്കും അനുകൂലമാവും. ഞാൻ ചെല്ലുന്നിടത്ത് നല്ല ക്രൗഡ് ഉണ്ടാവാറുണ്ട്, എല്ലാവരും കാണുന്നതാണല്ലോ. വലിയ ബഹളമാണ്. വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മീഡിയ പ്രൊജക്ഷൻ അദ്ദേഹത്തിന് കുറച്ചും കൂടി അധികം കിട്ടി എന്നല്ലാതെ ഇതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതിനകത്തൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം മീഡിയ നന്നായി പ്രൊജക്റ്റ് ചെയ്തു. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ പരിപാടികൾ മീഡിയ ഒട്ടും പ്രൊജക്റ്റ് ചെയ്തില്ല. ആൾക്കൂട്ടം, ഞാൻ പറയട്ടെ, എൻ്റെ മണ്ഡലത്തിൽ വേങ്ങരയിലൊരു യോഗം ഉണ്ടായിരുന്നു. അതിൽ മുഖ്യമന്ത്രി പങ്കെടുത്തതിൻ്റെ 4 ഇരട്ടി ആളുണ്ടായിരുന്നു. ശ്രീ സിന്ധു ജോയി വന്നപ്പോൾ അതിന് 4 ഇരട്ടി ആൾ. അത് മീഡിയ കണ്ടില്ല. അതല്ലാതെ അത് മുഖ്യമന്ത്രി കിട്ടുന്ന ഒരു വലിയ മീഡിയ അറ്റൻഷൻ ആയിരിക്കാം. അതൊക്കെ ഒരു ഊതി ഊർപ്പിച്ച് വെച്ച കാര്യങ്ങൾ എന്നല്ല, അതിനകത്തൊന്നും കാര്യമില്ല. ഞാൻ സമ്മതിക്കുന്നു, വേങ്ങരയിൽ താങ്കളുടെ സമ്മേളനത്തിന് ആളുകൾ വന്നിട്ടുണ്ടാകാം, സിന്ധു ജോയിയുടെ സമ്മേളനത്തിന് ആളുകൾ വന്നിട്ടുണ്ടാകാം. പക്ഷേ സംസ്ഥാനത്തുടനീളം മുഖ്യമന്ത്രിയുടെ സമ്മേളനം ഞാൻ പറയാം, വേങ്ങര വിടാം. ഞാൻ പറയാം, വേങ്ങര എ കെ ആൻ്റണി വേങ്ങര വന്നു. അവിടുന്ന് തൊട്ടടുത്ത മണ്ഡലമായ നമ്മുടെ കുണ്ടോട്ടിയിലേക്ക് പോയി, അവിടെ നിന്ന് വള്ളിക്കുന്നിലേക്ക് പോയി. എല്ലാ മണ്ഡലത്തിലും പര്യടനം നടത്താൻ മിക്കവാറും മുഖ്യമന്ത്രി എന്താ ചെയ്തത്? 5 മണ്ഡലത്തിലെ ആളുകളെ വേങ്ങരയിൽ കൊണ്ടുവന്ന്, സ്ഥാനാർത്ഥികളെ സ്റ്റേജിൽ കൊണ്ടുവന്ന് വളരെ പ്ലാൻഡായി ആളുകളെ കൂട്ടി മീഡിയ പ്രൊജക്ഷനൊക്കെ നന്നായി ഉണ്ടാക്കി ഈ സംസാരം ഉണ്ടാക്കി. അത്രയേ ഉള്ളൂ. ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. കാരണം വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിരിക്കുന്നത്, ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്രം ഭരണം ഏറ്റെടുത്തതിന് ശേഷം രാജ്യത്തുണ്ടായ ഒട്ടേറെ സംഭവവികാസങ്ങളുണ്ട്. 2G സ്പെക്ട്രം, അതുപോലെ തന്നെ പെട്രോൾ വില വർധനവ്, അതുപോലെ ജനജീവിതത്തെ ബാധിക്കുന്ന പല സംഗതികൾ, ഗുണവും ദോഷവും ഒക്കെ ഉണ്ട്. എല്ലാത്തിൻ്റെയും അതിൽ ഒട്ടും മുഖ്യമന്ത്രിയുടെ ഒരു സംഗതി ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, അതും ഉണ്ടാവും. എല്ലാത്തിൻ്റെയും ഒരു ആകത്തുകയാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ട്. ഇങ്ങനെ തുടങ്ങിയാൽ വലിയ ബുദ്ധിമുട്ടാണല്ലോ. ഇപ്പം ഞങ്ങൾ അധികാരത്തിലാണ്, ഞങ്ങളും ആരെങ്കിലുമൊക്കെ പിടിച്ച് ജയിലിലാക്കും എന്ന് പറഞ്ഞ് പ്രസംഗിച്ചാൽ ഞങ്ങൾക്കും ഉണ്ടല്ലോ അപ്പുറത്തെ എതിരാളികൾ. ഇപ്പം ഞങ്ങൾ അധികാരത്തിലാണ്, ഇതേ പ്രസംഗം എനിക്ക് നടത്തിക്കൂടെ? ഭൂമി കൈമാറ്റം ചെയ്തിരിക്കുന്നു,
അല്ലെങ്കിൽ അവിഹിതമായി ജോലി സമ്പാദിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നെ കുറേ ആരോപണങ്ങൾ ഞങ്ങൾ എഴുതി കൊടുത്തതുണ്ടല്ലോ. പല മന്ത്രിമാരെ സംബന്ധിച്ചുള്ളത് വേറെയുണ്ട്. തിരഞ്ഞെടുപ്പ് വരാമെന്ന് വെച്ചോ, ഇതിലൊന്ന് രണ്ടെണ്ണം എടുത്തിട്ട് ഇത് ഭയങ്കര സംഭവമാക്കി പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇവരൊക്കെ കൽത്തുറുങ്കിൽ അടക്കണം എന്നുള്ളൊരു പൊസിഷൻ കൊടുത്തിട്ട് ഹരം കൊള്ളിപ്പിച്ചാൽ ഞങ്ങൾക്കും വോട്ട് കിട്ടുമോ? ഇതെല്ലാവരും പിന്നെ ഇതിനു വേണ്ടി തിരിയൂലേ? അത് തമിഴ്നാട് രാഷ്ട്രീയമാണ്, ഉത്തരേന്ത്യൻ രാഷ്ട്രീയമാണത്. അല്ലെ, ഈ പ്രതികാരം തോടുകൂടി VS അച്യുതാനന്ദൻ പ്രചാരണം നടത്തുന്നു എന്നുള്ളത് UDF നേതാക്കളുടെ ഒരു ആരോപണം തന്നെയായിരുന്നു. ഇപ്പോൾ തന്നെ താങ്കൾ സൂചിപ്പിച്ചു, മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടി തന്നെ ഇപ്പോൾ VSന്റെ മകനെക്കുറിച്ച് പരാതി എഴുതി നൽകിയിട്ടുണ്ട്. ആ പരാതി അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ ഈ പുതിയ സർക്കാരിന് ബാധ്യതയില്ല. അതിനകത്ത് എന്തുകൊണ്ട് പിന്തിരിഞ്ഞു പോകണം? പ്രതികാരത്തിന്റെ പ്രശ്നമല്ല. സംഗതി രണ്ടും രണ്ടാണ്. ഒരു കാര്യം പ്രതികാരം ഒരായുധമാക്കിയെടുത്ത് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുകയും അത് വാർത്തക്കാർക്ക് ചോർത്തി കൊടുക്കുകയും അത് കണ്ടമാനം വലിയ ഇഷ്യൂ ആക്കുകയും അത് തന്നെ വെച്ച് ഏതാനും ആളുകൾ പ്ലാൻ ചെയ്ത് തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കുകയൊക്കെ ചെയ്യുന്ന വിദ്യ ഉണ്ടല്ലോ, അത് UDF ഇതിനു മുമ്പ് പ്രയോഗിച്ചിട്ടില്ല. അതിന് കാരണം എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള പൊളിറ്റിക്സിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇതിനു മുമ്പ് ആരും ആ തരത്തിലേക്ക് തരം താണ് പോയിട്ടില്ല. നേരെ മറിച്ച് ഇപ്പോൾ അതുണ്ടായി. അത് കാണിച്ചു, ഇതൊരു ഉദാഹരണമായി കാണിച്ചു കൊടുത്താൽ നാളെ ഇത് മറുവശം ചെയ്യുന്നത് പോലെ മറുവശം ചെയ്താൽ അത് ഗുണകരം എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അഴിമതി ആരോപണങ്ങൾ വന്നാൽ നിയമം അതിൻ്റെ പാതയിൽ സഞ്ചരിച്ച് അതിലെ സത്യം കണ്ടെത്തണം. ഏത് കേസാണെങ്കിലും ശരി, അതിനെ സംബന്ധിച്ച് നിയമം അതിൻ്റെ വഴിക്ക് പോകണം. എന്നെ സംബന്ധിച്ച് ആരോപണം വന്നു, സകല ഇൻവെസ്റ്റിഗേഷനും കഴിഞ്ഞ് സകല കോടതികളും ഒരു കോടതിയെ സ്വാധീനിച്ചു എന്നും പറഞ്ഞാൽ ബഹളം ഉണ്ടാക്കുന്നത്. നമ്മുടെ മജിസ്ട്രേറ്റ് കോടതി തൊട്ട് സുപ്രീം കോടതി വരെ ഇൻവെസ്റ്റിഗേഷനെതിരായി അന്യായക്കാർ പോയി, എല്ലാം തള്ളി. അത്തരം ഒരു പഴകിയ കേസ് കൊടുത്ത് രാഷ്ട്രീയ ആക്കിയതാണോ മഹത്തായ കാര്യമായി പറയുന്നത്? ഇത് ഞങ്ങൾക്ക് കഴിയില്ലേ? എരിവും പൊളിയുള്ള സംഗതികൾ നാളെ ഞങ്ങൾക്ക് കിട്ടില്ലേ? അതെടുത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഔദ്യോഗിക മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് അത് പെരുപ്പിച്ചിട്ട് തിരിച്ചടിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അത് അഭികാമ്യം ആണ് എന്നാണോ പറയുന്നത്? ഞങ്ങളും അത് ചെയ്യണോ? നിയമം അതിൻ്റെ വഴിക്ക് പോയി അഴിമതി ആരോപണങ്ങൾ നോക്കണ്ട എന്നല്ല, പക്ഷേ ഈ പണി ഞങ്ങളും ചെയ്യണോ? അവിഹിതമായി ഇൻവെസ്റ്റിഗേഷനിൽ ഇടപെടുക, ഇത്തരം കാര്യങ്ങൾ ചെയ്യുക, അത് രാഷ്ട്രീയമായി ഇത്തരം കാര്യങ്ങൾ എടുത്ത് അതിനെ ചൂഷണം ചെയ്യല്ലേ? ഈ വ്യക്തിപരമായി VS അച്യുതാനന്ദൻ കുഞ്ഞാലിക്കുട്ടിയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ? കേരളം മുഴുവൻ കണ്ടതല്ലേ, ഉണ്ടോ ഇല്ലേ? പിന്നെ എന്ത് ചോദിക്കാനാണ്? ഇങ്ങനെ സംഭവവികാസം ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുണ്ടോ? പീഡനം, എത്രയാ പീഡനം? ഹൃദയമുള്ള ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? അത് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. അതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? അതോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ തീരുമാനവും നിലപാടും മാത്രമാണോ അത്? അല്ല, ഇത് അതുകൊണ്ടൊരു ലാഭം ഉണ്ടായിരിക്കാം, കിട്ടും എന്ന് വിചാരിച്ചിരിക്കാം, അല്ലാതെ മറ്റൊരു കാരണം എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം കെയർ ഓഫ് VS അച്യുതാനന്ദനുമായി കൂടിക്കാഴ്ച നടത്തി എന്ന് പറയുന്നു. എന്തിനായിരിക്കണം VS അത്തരത്തിലൊരു അപ്പോയിൻമെന്റ് റൌഫിന് കൊടുത്തത്? അതൊന്നും എനിക്കറിഞ്ഞൂടാ, ഞാനത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ഈ ബഹളത്തിനിടയിൽ ഞാൻ ആ കാര്യം തന്നെ ശ്രദ്ധിച്ചിട്ടില്ല. ഈ കേസുമായി VS താങ്കളെ വീണ്ടും പിന്തുടരും എന്ന ഒരു ആശങ്ക താങ്കൾക്കുണ്ടോ? എന്താ ഇത്? അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാവേണ്ട കാര്യം എന്താ? അതിനകത്തൊന്നും യാതൊരു കാര്യവുമില്ല. എന്തിനാശങ്കപ്പെടണം ഞാൻ? അങ്ങനെ മനുഷ്യരെ പേടിച്ച് നടത്താൻ പറ്റുമോ? ഞാൻ ദൈവത്തെ മാത്രമേ ഭയപ്പെടുന്നുള്ളൂ. എനിക്കിങ്ങനെ വലിയ മഹാശക്തികൾ എന്നെ തകർക്കാൻ നിൽക്കുന്നു എന്ന തോന്നലൊന്നുമില്ല. അത്തരം മഹാശക്തികളൊന്നും ആരുമില്ല. ദൈവമാണ് ഏറ്റവും വലിയവൻ. മനുഷ്യരൊക്കെ എല്ലാം ഒരുപോലെയല്ലേ? പിന്നെ ഒരാൾ തകർക്കാൻ നടക്കുന്നു, അടക്കാൻ നടക്കുന്നു, അത് ആരാപ്പത്? അങ്ങനെയുള്ള ഒരു സംഗതി ഒരു വലിയ സംഭവമായി എനിക്ക് തോന്നിയിട്ടില്ല.